ഫാക്ടറികളിലും മറ്റും കളവുകുറ്റം ചെയ്ത കാപ്പിരിയെ നേരിട്ട് ശിക്ഷിക്കാൻ മുതലാളിക്ക് അധികാരമുണ്ട്. കുറ്റക്കാരനോട് വെള്ള മാനേജർ 3 ചോദ്യങ്ങൾ ചോദിക്കും. ജയിലിൽ പോകണോ, പിഴ വിളിക്കണോ, അടിശിക്ഷ വേണോ? കാപ്പിരി അടിശിക്ഷ എന്നാവും പറയുക. ന്യൂസിലാൻഡിലെ ഒരു ഫാക്ടറിയിൽ വെച്ച് കളവുകുറ്റം ചെയ്ത മധ്യവയസ്കനായ ഒരു കാപ്പിരിയെ മാനേജർ മേശപ്പുറത്ത് കമിഴ്ത്തി കിടത്തി കാണ്ടാമൃഗത്തിന്റെ തോലുകൊണ്ടുണ്ടാക്കിയ ചാട്ടവാർ കൊണ്ട് 15 അടി അടിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. ആ കർമ്മം നിർവഹിച്ച വെള്ളക്കാരൻ ആഫ്രിക്കയെ മുഴുവൻ കട്ടെടുത്ത ഒരു വിദേശവർഗത്തിലെ അംഗമാണെന്ന് നാം അങ്ങ് മറന്നേക്കണം. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ എസ് കെ പൊറ്റക്കാട് ആഫ്രിക്കയിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ട ഒരു കാഴ്ചയെക്കുറിച്ചാണ് അദ്ദേഹം തൻ്റെ യാത്രാ വിവരണത്തിൽ ഇങ്ങനെ എഴുതിയത്. എസ് കെ പൊറ്റക്കാട് പലപ്പോഴും യാത്ര ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ ഹൃദയത്തിലൂടെയാണ്, അല്ലെങ്കിൽ ആ ദേശത്തെ മനുഷ്യരുടെ ഹൃദയത്തിലൂടെയാണ് അദ്ദേഹം യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മനോഹരമായി, ഇത്രയും നമ്മുടെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ജീവിത സന്ദർഭങ്ങളും അല്ലെങ്കിൽ മനുഷ്യാവസ്ഥയും അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. 1949 ആഫ്രിക്കയിലൂടെ എസ് കെ യാത്ര ചെയ്യുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് അന്ന് 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സമയത്ത് ആഫ്രിക്കൻ ജനതയുടെ ജീവിതം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ എങ്ങനെയുള്ള പീഡനങ്ങളിലൂടെയാണ് അല്ലെങ്കിൽ പീഡാനുഭവങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നതെന്ന് നമുക്ക് വ്യക്തമാകും. യാതൊരു തരത്തിലുള്ള മാനുഷികതയും ധാർമ്മികതയും ആ ജനത ഒരിക്കലും അന്ന് അനുഭവിച്ചിരുന്നില്ല. അതൊക്കെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ എസ് കെ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നത് ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ മാനുഷികത നിഷേധിക്കപ്പെട്ട ജനതയുടെ ജീവിതം കാണാനും അടുത്തറിയാനുമാണ്. ദക്ഷിണാഫ്രിക്കൻ ജനത അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളും ദീർഘകാലത്തെ സമരത്തിലൂടെയും അല്ലെങ്കിൽ ദീർഘകാലത്തെ പോരാട്ടത്തിലൂടെയും നേടിയ സംഭവമാണ്. യഥാർത്ഥത്തിൽ എസ് കെ പൊറ്റക്കാട് അന്ന് യാത്ര ചെയ്യുമ്പോൾ ഈ ദക്ഷിണാഫ്രിക്കൻ സമൂഹം അനുഭവിച്ച ഓരോ സന്ദർഭങ്ങളും അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ വളരെ വിശദമായി തന്നെ എഴുതുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ ദക്ഷിണാഫ്രിക്കൻ ജനത ഒരിക്കലും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യ മുഖവും അവർക്ക് വിധിക്കപ്പെട്ടതല്ല എന്നുള്ള മട്ടിലാണ് അന്നത്തെ ആഫ്രിക്കയിലെ അവരുടെ ജീവിതം വ്യക്തമാക്കിയത്. കാരണം ഈ സായിപ്പന്മാർ അവിടെ എത്തുകയും അവിടുത്തെ കാലാവസ്ഥയും ഭൂമിശാസ്ത്രവും മറ്റു തരത്തിലുള്ള സൗകര്യങ്ങളും അനുഭവിക്കുകയും അവർ ദീർഘകാലം അവിടെ ജീവിക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടി തന്നെയാണ് ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്. പക്ഷേ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്നതും, അല്ലെങ്കിൽ ഇന്ത്യയിൽ അവരുടെ സ്വാധീനം, അവരുടെ അധികാരം സ്ഥാപിച്ചത് ദീർഘനാൾ ഇന്ത്യയിൽ ജീവിക്കാം അല്ലെങ്കിൽ ഇന്ത്യയിൽ അവർക്ക് വന്ന് സ്ഥിര താവളം ഉറപ്പിക്കാം എന്നുള്ള ആലോചനയോടെയല്ല. പകരം ഇന്ത്യയിലെ സുഗന്ധ ദ്രവ്യങ്ങളും മറ്റ് തരത്തിലുള്ള പലതരത്തിലുള്ള സൗകര്യങ്ങൾ അവരുടെ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടു പോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. എന്നാൽ ആഫ്രിക്കയിൽ, ദക്ഷിണാഫ്രിക്കയിലും മറ്റും ഈ പറയുന്ന തരത്തിൽ സായിപ്പന്മാരെത്തിയത് അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ മറ്റു തരത്തിലുള്ള പലതരത്തിലുള്ള സൗകര്യങ്ങളും ദീർഘകാലം അനുഭവിക്കണം എന്നുള്ള തീരുമാനത്തിലൂടെയാണ്. എസ് കെ യാത്ര ചെയ്യുമ്പോൾ ഓരോ സന്ദർഭത്തിലും ഈ ദക്ഷിണാഫ്രിക്കൻ സമൂഹം, ആഫ്രിക്കൻ സമൂഹം എങ്ങനെയൊക്കെയുള്ള ജീവിത ദുരന്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വ്യക്തമായും അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ കൃത്യമായി എഴുതുന്നുണ്ട്. പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലും ഇന്ന് നമുക്ക് ആലോചിക്കാൻ കൂടി കഴിയാത്ത പല ജീവിത സന്ദർഭങ്ങളിലൂടെയുമാണ് ആഫ്രിക്കൻ സമൂഹം കടന്നുപോയത്. എസ് കെ പൊറ്റക്കാട് ഓരോ രാജ്യത്തിലൂടെയും യാത്ര ചെയ്യുമ്പോൾ ആ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം, അവരുടെ വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ അവരെ ഏതു തരത്തിലാണ് അവിടുത്തെ ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം കൂടുതലും ശ്രദ്ധിച്ചിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും. ഇന്ന് നമ്മിൽ പലരും പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുകയും യാത്രാ വിവരണങ്ങളും ഡോക്യുമെൻ്ററികളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇന്ന്. പക്ഷേ എസ് കെ പൊറ്റക്കാട് യാത്ര ചെയ്യുന്ന കാലത്ത് ഒരിക്കലും യാത്ര ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആ സ്ഥലത്തെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചോ മനുഷ്യജീവിതത്തെക്കുറിച്ചോ ഇന്നത്തെ പോലെ വിവരശേഖരണത്തിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓരോ യാത്ര തുടങ്ങുന്നതിന് മുമ്പും യാത്ര ചെയ്യുന്ന സ്ഥലത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സാമൂഹിക അന്തരീക്ഷവും മനുഷ്യാവസ്ഥയും ഒക്കെ മനസ്സിലാക്കി യാത്ര ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു എസ് കെ. എസ് കെ പൊറ്റക്കാടിൻ്റെ സാഹിത്യരചനകൾ മലയാളിക്ക് സുപരിചിതമാണ്.
യാത്രാ വിവരണ ഗ്രന്ഥങ്ങളിലൂടെ അദ്ദേഹം ശ്രമിച്ചത് നമ്മൾ കാണാത്ത ഭൂപ്രദേശങ്ങളും അല്ലെങ്കിൽ നമ്മൾ കാണാത്ത മനുഷ്യരുമൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലൂടെ കടന്നുപോയതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം കണ്ടുമുട്ടുന്ന ഓരോ മനുഷ്യരുടെയും ജീവിതം അല്ലെങ്കിൽ ഓരോ സമൂഹത്തിൻ്റെയും ജീവിതം വളരെ കൃത്യതയോടുകൂടി അവതരിപ്പിക്കാനാണ് അദ്ദേഹം ഈ യാത്രാ വിവരണങ്ങളിൽ ഓരോന്നിലും ശ്രമിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വിക്രം സേത്ത്, ഉംബർട്ടോ എക്കോ, ഹെമിംഗ്വേ, അങ്ങനെ ലോകപ്രശസ്തരായ പല എഴുത്തുകാരും മനോഹരമായ യാത്രാവിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. പലപ്പോഴും അവരുടെ യാത്രാവിവരണങ്ങളെക്കാൾ കൂടുതൽ മലയാളി വായനക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള രചനാ രീതിയാണ്. അത് ഭാഷയിലാണെങ്കിലും അല്ലെങ്കിൽ ഓരോ കഥാപാത്രത്തെയും ഓരോ ജീവിത മുഹൂർത്തങ്ങളെയും അവതരിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു രീതിയാണ് എസ്.കെ. പിന്തുടർന്നത്. അതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മലയാളത്തിൽ വായനക്കാർ എസ്.കെ. പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണങ്ങൾ വളരെ ആവേശത്തോടു കൂടി വായിക്കുന്നതും അത് വിറ്റഴിക്കപ്പെടുന്നതും. എസ്.കെയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം സാഹിത്യത്തിൽ ഏറ്റവും പ്രശസ്തനായി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറെ സമയം അദ്ദേഹം ചെലവിട്ടത് മറ്റ് രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നതിനും ജനസമൂഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതിനുമാണ്. മലയാളിയുടെ പ്രവാസ ജീവിതത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യൻ സമൂഹം എത്തിയിട്ട് 100-ലേറെ വർഷങ്ങളായിട്ടുണ്ടാവും. ഇപ്പോൾ മഹാത്മാഗാന്ധിയൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ഇന്ത്യയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലേക്ക് മലയാളികളും ഇന്ത്യക്കാരുമൊക്കെ എത്തുകയും അവിടുത്തെ ജീവിതത്തിൽ അവർ അവരുടേതായിട്ടുള്ള ഒരു ഇടം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുകയുണ്ടായി. ഈ ദക്ഷിണാഫ്രിക്കയിൽ ഇന്നും ഈ പറയുന്ന ഇന്ത്യൻ സമൂഹം വളരെ സജീവമാണ്. മലയാളികൾ നിരവധിയുണ്ട്. ഇവരുടെയൊക്കെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നമ്മുടെ നാടിനേക്കാൾ കൂടുതൽ സുരക്ഷിതമായ ഒരു ജീവിതം അല്ലെങ്കിൽ സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു ജീവിതം ആഗ്രഹിച്ചിട്ടാണ് അവർ ഈ പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അവിടെ പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ അവർ നേരിടും എന്ന് അവർക്ക് തന്നെ അറിയാം. പക്ഷേ എങ്കിലും ആ പ്രതിസന്ധിയെയും അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രതിരോധങ്ങളെയും ഒക്കെ മറികടന്ന് അവർ സ്വപ്നം കാണുന്ന തരത്തിലുള്ള ഒരു ജീവിതം കയ്യെത്തിപ്പിടിക്കാൻ കഴിയും എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ പറയുന്ന ഓരോ ഇന്ത്യക്കാരും അല്ലെങ്കിൽ ഈ മലയാളികളാണെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്, ദക്ഷിണാഫ്രിക്കയിലേക്ക് സഞ്ചരിക്കുന്നത്. ഞങ്ങൾ ദക്ഷിണാഫ്രിക്കയിലൂടെ യാത്ര ചെയ്യാൻ തുടങ്ങുന്ന സന്ദർഭങ്ങളിൽ തന്നെ, എന്ന് പറഞ്ഞാൽ ജോഹൻസ്ബർഗിൽ എത്തിയ രാത്രിയിൽ തന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതും അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടുമുട്ടിയ മനുഷ്യരിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞതുമായ ഒരു കാര്യം, ഇന്ത്യൻ സമൂഹത്തോട് വല്ലാത്തൊരു ആത്മബന്ധം ആഫ്രിക്കൻ ജനതയ്ക്കുണ്ട്. ചില സ്ഥലത്ത് ഈ പറയുന്ന ഇന്ത്യൻ സമൂഹത്തിന് നേരെ തദ്ദേശീയരായ ആൾക്കാർ ചില അക്രമങ്ങൾ നടത്താറുണ്ട്. അത് പലപ്പോഴും പോലീസിൻ്റെയും കോടതിയുടെയും മുന്നിലെത്തുമ്പോൾ വേണ്ട തരത്തിലുള്ള ശിക്ഷ ലഭിക്കാറില്ല. പലതരത്തിലുള്ള പ്രതിബന്ധങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ പോലും ഈ സ്വന്തം രാജ്യത്ത് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് അധ്വാനിക്കുന്നതിനും അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ള ഒരു ജീവിത സാഹചര്യം കെട്ടിപ്പടുക്കുന്നതിനും ഈ ദക്ഷിണാഫ്രിക്കയിൽ സാധിക്കുന്നു എന്നാണ് പലരും ഞങ്ങളോട് പറഞ്ഞത്. അങ്ങനെ നോക്കുമ്പോൾ എസ്.കെ. പൊറ്റക്കാട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി തൊട്ടടുത്ത വർഷങ്ങളിൽ ദക്ഷിണാഫ്രിക്കയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ട കാര്യങ്ങൾ അന്ന് ഇന്ത്യയിൽ ഒരുപക്ഷെ സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അതിനു മുമ്പ് പലപ്പോഴും ഇന്ത്യയിലും ഏതാണ്ട് ഇതേ സാഹചര്യം തന്നെയാണ് നിലനിന്നിരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമൂഹം അനുഭവിച്ച പലതരത്തിലുള്ള അനുഭവങ്ങൾ നമുക്കറിയാം. ഏതാണ്ട് അതേ അനുഭവം തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി വർഷങ്ങളോളം ദക്ഷിണാഫ്രിക്കൻ ജനത അനുഭവിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ദക്ഷിണാഫ്രിക്കൻ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇന്ത്യൻ ജീവിതവുമായി അല്ലെങ്കിൽ ഇന്ത്യയിലെ മനുഷ്യ സമൂഹവുമായി ഏതൊക്കെ തരത്തിൽ ആന്തരികമായ ഒരു ചാർച്ച അല്ലെങ്കിൽ ആന്തരികമായ ഒരു സാമീപ്യം ഈ ആഫ്രിക്കൻ ജനതയ്ക്കുണ്ട് എന്ന് പലപ്പോഴും ആ യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങളവിടെ കണ്ടുമുട്ടിയ പല ദക്ഷിണാഫ്രിക്കക്കാരും അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ പരമ്പര, അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ പൂർവികർ അനുഭവിച്ച പലതരത്തിലുള്ള പീഡാനുഭവങ്ങളെക്കുറിച്ച് ഇന്നും രോഷത്തോടു കൂടിയാണ് ഓർക്കുന്നത്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവർക്ക് അതിനോട് ശക്തമായി പ്രതികരിക്കാനുള്ള അവസരം കിട്ടിയാൽ അവർ ഏത് സന്ദർഭത്തിലും ആ തരത്തിൽ പ്രതികരിക്കും എന്ന് പലരും പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ ഈ സായിപ്പന്മാർ അവിടെ വർഷങ്ങളോളം നടത്തിയ ഈ അടിമ വേലക്കാരെ പോലെ ആ തദ്ദേശീയരെ കണ്ട് തദ്ദേശീയരെ അവർ കൈകാര്യം ചെയ്തതിൻ്റെ ഒരു പ്രതികാരം ഇന്നും ദക്ഷിണാഫ്രിക്കൻ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്.
അപ്പോൾ ജോഹനസ്ബർഗിൽ ഞങ്ങൾ എത്തി. അന്ന് രാത്രിയിൽ നടത്തിയ തൊട്ടടുത്ത് നടത്തിയ യാത്രയിൽ കണ്ടുമുട്ടിയ 2-3 പേരോട് സംസാരിച്ചപ്പോൾ തന്നെ അവരുടെയൊക്കെ മനസ്സിൽ ഈ ഒരു പ്രതികാരം, അല്ലെങ്കിൽ ഈ പറയുന്ന സായിപ്പന്മാരുടെ കാലത്തെ അവരുടെ പൂർവികർ അനുഭവിച്ച പലതരത്തിലുള്ള അനുഭവങ്ങളുടെ ഒരു ശേഷിപ്പ് പ്രതികാരത്തോടു കൂടി അവരുടെ മനസ്സിൽ അവർ സൂക്ഷിക്കുന്നുവെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്.